അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് LDFും UDFും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് BJP അധികാരത്തിൽ വരുന്ന BJPക്കാർ പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മെയിൻ അജണ്ട BJPയുടെ ശക്തി തെളിയിക്കൽ തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ LDFന് 40 സീറ്റ് കിട്ടി വിചാരിച്ചോളൂ, UDFന് 39ഉം BJPക്ക് 21ഉം. അപ്പൊ ഈ BJP തീരുമാനിക്കണം ഇവിടെ ആര് ഭരിക്കണം എന്നത്. കാരണം ഇവിടെ UDFും BJPയും കൂടി ഒന്നിച്ചാൽ മാത്രമേ അവർക്ക് ഭൂരിപക്ഷം കിട്ടുള്ളൂ. അപ്പൊ UDF അധികാരത്തിൽ വരും. അല്ലെങ്കിൽ LDFും BJPയും കൂടി ഒന്നിക്കണം. അപ്പൊ LDF എന്തായാലും അധികാരത്തിൽ വരും. സജഷൻ പറയുന്നുണ്ട് 100 സീറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളത്. അങ്ങനെ 100 സീറ്റ് കിട്ടുമോ എന്നുള്ള കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനം കാരണം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഭരണവിരുദ്ധ വികാരം വന്നിട്ടുമുണ്ട്. പല സ്ഥലത്തും ത്രികോണ മത്സരമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പ്രൊഡിക്ഷൻ വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ BJPയിൽ ജയിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ഭരണം ആര് നടത്തണം എന്ന് തീരുമാനിക്കേണ്ടി വരിക. താമര എവിടെയും വിരിയില്ല എന്ന് ഇപ്പൊ ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എങ്ങനെ പോയാലും അവരൊരു 5-6 സീറ്റ് എന്തായാലും പിടിച്ചിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ 40 സീറ്റിന് മുകളിലെങ്കിൽ LDFന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ തുടർ ഭരണം നടക്കുകയും ചെയ്യും. BJP എന്തായാലും ഭൂരിപക്ഷത്തിന് വരില്ല എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. അവർ എന്തൊക്കെ പറഞ്ഞാലും ശരി അതെന്തായാലും വരില്ല. പക്ഷെ അവർ ഒന്നും ഇല്ലാണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. BJP ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ജനങ്ങൾ BJPക്ക് വോട്ട് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ ഈ സാധ്യത LDFനും UDFനും നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ശതമാനം എന്തായാലും രണ്ട് പാർട്ടിക്കാർക്കും കുറയും. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിൽ തെറി പറയുകയായിരിക്കാം, പക്ഷെ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ ജനങ്ങളുടെ ആഗ്രഹം നടക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ട് പാർട്ടിക്കാർ എന്തായാലും സഖ്യം ചേർന്നേ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് ഭരണം കിട്ടുകയുള്ളൂ. ഭരണവിരുദ്ധം വരാൻ കാരണം ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റൽ പ്രശ്നം തന്നെയായിരുന്നു. ആദ്യത്തെ 5 വർഷം പിണറായി സർക്കാരിന്റെ നല്ലൊരു ഭരണം തന്നെയായിരുന്നു. എല്ലാ പ്രതിസന്ധികളും പിണറായി വിജയന് തരണം ചെയ്യാൻ പറ്റി. എല്ലാ പ്രതിസന്ധികളിലും ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ രക്ഷിച്ചിട്ടുമുണ്ട്. വെള്ളപ്പൊക്കം വരാൻ കാരണം പിണറായി വിജയനാണെന്ന് ഇവിടെ കുറെ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രകൃതി ദുരന്തം വന്നതിനും പിണറായി വിജയൻ ഇപ്പൊ എന്താ ചെയ്ത് എല്ലാവരും എന്തായാലും രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അതിലെ കിറ്റ് കാണിച്ചിട്ട് രണ്ടാമത്തെ ഭരണം ഏറ്റെടുത്തു. രണ്ടാമത്തെ ഭരണം കയ്യിൽ കിട്ടിയപ്പോ മുതൽ മൊത്തം ശനികേടാ തോന്നണം. മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ പ്രശ്നം തന്നെയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഹോസ്പിറ്റലിലും ഓരോരോ പ്രശ്നങ്ങൾ. കത്രിക മറന്നു വെക്കുന്നു, കൈ മുറിച്ച് കളഞ്ഞു, മെഡിക്കൽ സാധനങ്ങൾ കാണാനില്ല. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ കിടക്കണവും കൊണ്ടും തുടർ ഭരണം അവർ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ സാധാരണക്കാരൻ ചിന്തിക്കുന്ന ചിന്താഗതിയാണ്. പക്ഷെ ഇപ്പൊ പൊളിറ്റിക്സ് പറയണ വെറും പ്രതിച്ഛായ ഇമേജാണ്. ആ ഇമേജ് നോക്കിയിട്ടാണ് ആൾക്കാർ ഓട്ടോമാറ്റിക്കലി വോട്ട് കിട്ടണം. അതുകൊണ്ട് മിക്കവാറും തുടർ ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഭൂരിപക്ഷം എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ മൂന്നാം മുന്നണി ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇതെന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പലർക്കും ഇതൊരു ലോജിക്കായിട്ട് തോന്നാറുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം.